നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കെട്ടിടം വീണ് മരിക്കുന്നു, ഉത്തരവാദി നിങ്ങളുടെ അച്ഛനാണെന്ന് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ലല്ലോ. നല്ല മറുപടി. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഫാത്തിമ ഒരു മര്യാദ വേണം. ഒരു മര്യാദ വേണം. ഫാത്തിമക്ക് ഒരു മര്യാദ വേണം. കോടിക്കണക്കിന് ജീവൻ രക്ഷിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ LDFന്റെ ഗവൺമെന്റ് സ്മൃതി നാണം തോന്നുന്നു. നാണമില്ല ഫാത്തിമയുടെ സമയമല്ല ഇത്. ഫാത്തിമ സമയം ഞാൻ കുപ്പായിലിട്ടിരിക്കുന്നേ. ഫാത്തിമ ഞാൻ കുപ്പായിട്ടിട്ടുണ്ട്. സ്മൃതി പരുത്തിക്കാടക്കമുള്ള മാധ്യമപ്രവർത്തകർ, ഈ കേരളത്തിലെ BJP കോൺഗ്രസ് പ്രതിപക്ഷം അവരാ കാത്തു നിൽക്കുന്നത്. അവര് മരണം ഉണ്ടാവട്ടെ, ദുരന്തം ഇവിടെ ആനകൊപ്പിന് കുത്തി ആളെ കൊല്ലട്ടെ, നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താ? അതിനുത്തരവാദിത്തം പിന്നെ മന്ത്രിക്കാണോ? സർക്കാർ മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? പിന്നെ എന്തിനാണ് പ്രത്യേക വകുപ്പ്? എന്തിനാണ് വകുപ്പുകൾ? എന്തിനാണ് ഓരോ വകുപ്പിനും ഓരോ മന്ത്രി? സർക്കാരിനും ഉത്തരവാദിത്തമില്ല, മന്ത്രിക്കും ഉത്തരവാദിത്തമില്ല. ആർക്കാണ് ഉത്തരവാദിത്തം? വകുപ്പിൽ ആർക്കാണ് ഉത്തരവാദിത്തം? ഞാൻ പറഞ്ഞത് ഇപ്പോ വാർത്തയിൽ ഒരു തെറ്റ് വന്നാല് അതിന് ഉത്തരവാദിത്തം ആർക്കാണെന്ന് പരിശോധിക്കില്ലേ? അത് റിപ്പോർട്ടർ ഉത്തരവാദിത്തം പറയോ? ഉത്തരവാദിത്തം സ്മൃതിക്കാണെന്ന് പറയും. നിങ്ങൾ എന്തുതരം താരതമ്യമാണ് CM പ്രകാശൻ നടത്തുന്നത്? നമ്മളൊരു ജീവനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അല്ലേ? ഉടനെ വാർത്ത വായിക്കുന്നതിൽ തെറ്റാണോ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്? കോടിക്കണക്കിന് ജീവൻ രക്ഷിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ LDFന്റെ ഗവൺമെന്റ് സ്മൃതി നാണം തോന്നുന്നു.